അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹംസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വ്ലോഗ് എന്നൊക്കെ പറയാം. എൻ്റെ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയെ പരിചയപ്പെടാം. നല്ല അടിപൊളി പൊരി ദോശ. നമ്മളെല്ലാം കേട്ടിട്ടുള്ളത് സാദാ ദോശ, പിന്നെ തട്ടുദോശ, മസാല ദോശ, മുട്ട ദോശ, അങ്ങനെയൊക്കെയല്ലേ. ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ. പൊരി ദോശയും ടൊമാറ്റോ ഗാർലിക് ചട്നിയും. നമുക്ക് ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് പൊരിദോശയാണ്. അതെങ്ങനെയാണ്, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പച്ചരിയാണ്. ഏകദേശം 3 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു ഏകദേശം 4 മണിക്കൂർ നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞു. സോക്ക് ചെയ്ത് നോക്കിയേ, ഇതേപോലെ നന്നായിട്ടൊന്ന് കുതിർന്നിട്ടൊക്കെ ഉണ്ട്. നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഐറ്റമാണ് പൊരിയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് ഇതിന് പൊരി എന്നാണ് കേട്ടോ. ഇനി മറ്റുള്ളവർക്ക് എനിക്ക് അറിയത്തില്ല എന്താ പറയുന്നുള്ളത്. അത് ഏകദേശം 2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റോളം നമുക്ക് ജസ്റ്റ് ഒന്നത് നമുക്ക് കംപ്ലീറ്റ് ഒന്ന് അതിലേക്ക് സോക്ക് ചെയ്ത് വയ്ക്കാം. അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കൊരു ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം, കൂടുതൽ വെള്ളം ഒഴിച്ചടിക്കരുത് കേട്ടോ, ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇത് നോക്കി ഇതേപോലെ അടിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം അടിച്ചെടുക്കേണ്ടത് കേട്ടോ. നമുക്കിത് മൊത്തത്തിലുള്ള എല്ലാ അരിയും നമുക്ക് അടിച്ചതിന് ശേഷം നമുക്ക് കാണാം. കണ്ടില്ല, നമ്മൾ പച്ചരി ഉലുവയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് നമ്മൾ അടിച്ചു കഴിഞ്ഞു. നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പൊരി നമുക്ക് നോക്കാം. കണ്ടില്ലേ, നല്ല ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ നമ്മൾ അടിച്ച്. നമുക്കൊരു ജാർ എടുത്തിട്ട് ആ പൊരി ജസ്റ്റ് അധികം ഒന്നും നമ്മൾ ഇതാക്കണ്ട, വെള്ളം കളയേണ്ട കാര്യമില്ല. കുറച്ച് ഇതാക്കിയിട്ട് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടില്ല, എല്ലാം ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഒരു നുള്ള വെള്ളം ചേർത്ത് അടിക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ല. ഇതേപോലെ നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം. അതിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഞാൻ കുറച്ചുകൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നൊരു കയ്യിലെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, ഈ രീതിയിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ തലേദിവസം രാത്രിയാണ് കേട്ടോ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിത് ഒരു മൂടിയെടുത്ത് അടച്ചു വയ്ക്കാം. നമുക്ക് നാളെ രാവിലെയാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ രാത്രി ഓൾറെഡി അടിച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ അടച്ചു വയ്ക്കാം. നമുക്ക് രാവിലെ എണീച്ചിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കൂട്ടാണ് ഇത് നോക്കിയേ. ദിവസം രാവിലെ നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടി പോണതാണ് നമ്മുടെ അടിപൊളി നമ്മുടെ പൊരിദോശ. ഇത് നമുക്ക് നേരെ ആവശ്യത്തിന്, ഞാൻ ഇത് കുറച്ചധികം മാവുണ്ട്, അപ്പം ഞാൻ ആവശ്യത്തിനുള്ള മാവ് മാത്രം ഒരു ബൗളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം ഏകദേശം പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 കയ്യിൽ മാവാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. നമുക്കിതിലേക്ക് ഓയിലോ നെയ്യോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത കൊണ്ട് നമുക്കിതിൽ നെയ്യിൻ്റെ ഓയിലിൻ്റെ വെളിച്ചെണ്ണ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ നമുക്കൊരു മൂടി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതെല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം കേട്ടോ. ഇതൊരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ എന്തായാലും ഉണ്ടാക്കി കഴിച്ചിരിക്കരുത്. എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം കേട്ടോ. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം.
ഇതേ നോക്കിയേ, കണ്ടില്ലേ, നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പൊരി ദോശയാണ്. കഴിഞ്ഞ് നമുക്ക് അതുപോലെ നമുക്ക് എല്ലാ ദോശയും ചുട്ടതിന് ശേഷം നമുക്ക് കാണാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയും കൂടിയാണ് കേട്ടോ. ഇതിൽ നമ്മളൊരു തരി എണ്ണ പോലും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതേ കണ്ടില്ലേ, നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റാണ്, നല്ല ഫ്ലഫി, നല്ല അടിപൊളി ദോശയാണ് കേട്ടോ. പൊരി ദോശയാണ്, ഒരു വെറൈറ്റി ദോശയാണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇനി നേരെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണം. ഞാൻ അതിനായിട്ട് ടൊമാറ്റോ ഗാർലിക് ചമ്മന്തിയാണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ 5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ സൈസല്ല, ചെറിയ മീഡിയം സൈസ് 5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക. ഇതിൽ സവാളയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഏകദേശം 5-6 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട്, അത്ര ചെറുതല്ല, നോർമൽ രീതിയിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 7-8 ഉണക്കമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളിതിൽ പ്രത്യേകിച്ച് വേറെ മസാലകളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു ചമ്മന്തിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് ഈവൻ ചോറിന് പോലും ഈ ചമ്മന്തി നല്ല അടിപൊളി നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് എല്ലാ ദോശയുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറണം. എന്നിട്ട് നമ്മളത് ഗ്രൈൻഡറിലിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കേണ്ടതാണ് കേട്ടോ ഇത്. അപ്പം അതിനായിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് അതിൻ്റെ ചൂടൊന്ന് കുറയണം. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഏകദേശം ചൂടെല്ലാം മാറി. ഇപ്പോൾ നമുക്കൊരു ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നമുക്കിന്നെ അടിച്ചിട്ട് കാണാം. ഇത് നോക്കിയേ, നമ്മുടെ ചമ്മന്തി എല്ലാം കൂട്ട് റെഡി ആയിട്ടുണ്ട്. അടിച്ചു കഴിഞ്ഞു. ഒരു ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ചമ്മന്തിയുടെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് താളിച്ചൊഴിക്കണം. കടുകെല്ലാം പൊട്ടിച്ച് താളിച്ചൊഴിക്കണം. അതിനകത്തൊരു പാൻ വെച്ച് അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 ഉണക്കമുളകാണ്, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ചമ്മന്തി കൂട്ടിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ ട്രൈ ചെയ്തിട്ട് പറയണം കേട്ടോ. ഇത് കണ്ടില്ല, നമ്മുടെ പൊരി ദോശയും ടൊമാറ്റോ ഗാർലിക് ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കിയാൽ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. ഹാർഡും അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. കണ്ടില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ.
ഇത് നോക്കിയേ, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് എന്തായാലും അഭിപ്രായം പറയണം കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് താങ്ക് യു.